ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ സോഷ്യൽ സൈക്കോളജിയിലെ തേർഡ് മൊഡ്യൂളിലെ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ആൻഡ് സെൽഫ് അവെയർനെസ് തിയറിയിൽ സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്താണ് എന്നാണ് ആദ്യം നോക്കുന്നത്. നമുക്കൊരു എക്സാമ്പിളിൻ്റെ സഹായത്തോടുകൂടെ തുടങ്ങാം. ഒരു വലിയൊരു വീട്ടിൻ്റെ മുറ്റത്താണ് നമ്മൾ നിൽക്കുന്നതെന്ന് ഒന്ന് സങ്കല്പിക്കുക. അപ്പം ചുറ്റുപാടും വളരെ മനോഹരമായിട്ടുള്ള ഗാർഡൻസും ട്രീസും നല്ല വെതർ കണ്ടീഷനും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു വലിയ വീടാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചുറ്റുപാടും കണ്ണോടിക്കുകയും മരങ്ങളെയും ചെടികളെയും പൂക്കളെയും ഒക്കെ ആസ്വദിക്കുകയും അവിടുത്തെ വിൻഡ് വെതറൊക്കെ ആസ്വദിക്കുകയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ സങ്കല്പിക്കുക. അതിനുശേഷം നിങ്ങൾ വീടിൻ്റെ അകത്തേക്ക് പോയിട്ട് ഓരോ റൂമും കയറി ഇറങ്ങി മുക്കും മൂലയൊക്കെ പരിശോധിക്കുന്നതായിട്ടും ആ വീടിൻ്റെ റൂംസും മറ്റുള്ള സെറ്റിങ്സും ഒക്കെ കാണുന്നതായിട്ടും സങ്കല്പിക്കുക. നമ്മൾ ആദ്യം സങ്കല്പിച്ചത് നമ്മൾ വീടിൻ്റെ മുൻവശത്തോ അല്ലെങ്കിൽ പുറം ഭാഗത്തുള്ള ഭംഗി ആസ്വദിക്കുന്നതായിട്ടാണ്. അതിനെ നമുക്ക് ഒബ്സർവേഷനോട് എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യാം. ഓക്കെ, ഒബ്സർവേഷൻ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. അതേസമയം നിങ്ങൾ വീടിൻ്റെ അകം പരിശോധിക്കുന്നതാണ് ഇൻട്രോസ്പെക്ഷൻ. ഓക്കെ, അപ്പം നമ്മൾ അകത്തെ കാര്യങ്ങളാണ്, അകംഭാഗത്തെ കാര്യങ്ങളാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് എങ്കിൽ ദാറ്റ് ഈസ് ഇൻട്രോസ്പെക്ഷൻ. പുറത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടാസ്വദിക്കുന്നതിനെ ഒബ്സർവേഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇൻട്രോസ്പെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നതാണെന്ന് മനസ്സിലായില്ലേ. അപ്പം ഒരു വ്യക്തി തൻ്റെ തന്നെ ഉള്ളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വന്തം ചിന്തകളെയും സ്വന്തം വിചാരധാരകളെയും അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സിനെയും ഒക്കെ സ്വയം വിലയിരുത്തുന്ന ഒരു പ്രോസസ്സാണ് ആക്ച്വലി ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പുറത്തേക്ക് നടക്കാൻ ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചുറ്റുപാടുമുള്ള മരങ്ങളെയും മനുഷ്യരെയും അവിടുത്തെ പക്ഷികളെയും അങ്ങനത്തെ എല്ലാ ചുറ്റുപാടും നമ്മൾ കാണുന്നതിനൊക്കെ ഒബ്സർവ് ചെയ്തുകൊണ്ട് പോകും. അതേസമയം നമ്മൾ ഇൻട്രോസ്പെക്ഷനാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മളെന്താണ്, നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മളെന്താ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഞാൻ ചിന്തിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ ഞാൻ എന്നിലേക്ക് തന്നെ ഒരു നോട്ടം എത്തിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ്, അത്തരം ഒരു പ്രോസസ്സിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. മീ, മൈസെൽഫ് ആൻഡ് ഐ, ഈ ഒരു ചിന്തയായിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിലേക്ക് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും നമ്മൾ. ആത്മപരിശോധന എന്നാണ് ഇൻട്രോസ്പെക്ഷനെ മലയാളത്തിൽ പറയാം. ഇൻട്രോസ്പെക്ഷൻ പ്ലേസ് എ പിവറ്റൽ റോൾ ഇൻ സൈക്കോളജി ആൻഡ് ഹാസ് ഇൻഫ്ലുവൻസ് ദ ഫീൽഡ് ടു എ ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ്. അപ്പം സൈക്കോളജിയിൽ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോൾ വഹിക്കുകയും അതിനൊരുപാട് സംഭാവനകൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. Introspection is the act of an individual's assessing their thoughts, emotions and behaviors. ഇൻട്രോസ്പെക്ഷൻ്റെ ഡെഫിനിഷനാണിത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എൻ ആക്ട്, ഇതൊരു പ്രവൃത്തിയാണ്. ഓഫ് എൻ ഇൻഡിവിജ്വൽ, ഒരു പേഴ്സൺ ൻ്റെ പ്രവൃത്തിയാണത്. അയാൾ എന്താ ചെയ്യുന്നത്, ഹീ ഈസ് അസസിങ് ഹിസ് തോട്ട്സ്. ഒരുവൻ തൻ്റെ തന്നെ തോട്ട്സ്, തൻ്റെ തന്നെ ചിന്തകളെ, തൻ്റെ വികാരങ്ങളെ, ഇമോഷൻസിനെ, തൻ്റെ പെരുമാറ്റ രീതികളെ, ബിഹേവിയേഴ്സിനെ അസസ് ചെയ്യുന്ന, വിലയിരുത്തുന്ന ഒരു പ്രോസസ്സിനെ അല്ലെങ്കിൽ ആക്ടിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും, ഇൻട്രോസ്പെക്ഷൻ എന്ന് വിളിക്കാം. ദിസ് ഈസ് അപ്ലൈഡ് ടു അനലൈസിങ് ദ കറൻറ്റ് തോട്ട്സ് ഓഫ് എ പേഴ്സൺ, കറൻറ്റ് തോട്ട്സ് എ പേഴ്സൺ ഈസ് ഹാവിങ്. ഒരു വ്യക്തി ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രോസ്പെക്ഷൻ എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, through this assessment a person can bring about necessary changes in the way that they think and behave. ഒരു വ്യക്തി ഈ ഒരു ഇൻട്രോസ്പെക്ഷനിലൂടെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സ്വന്തം ചിന്തകളെയും അല്ലെങ്കിൽ ബിഹേവിയറിനെയും ഒക്കെ ഒരു റിമാർക്കബിൾ ആയിട്ടുള്ളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ഈ വ്യക്തിക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇൻട്രോസ്പെക്ഷനെ കൊണ്ടുള്ളൊരു ഗുണമെന്ന് പറയുന്നത്. സൈക്കോളജി യൂസസ് ഇൻട്രോസ്പെക്ഷൻ ആസ് എ ഫോർമലൈസ്ഡ് അപ്രോച്ച് ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ ബേസിസ് ഓഫ് ദിസ് ഫീൽഡ്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് സൈക്കോളജി വളരെയധികം
ഫോമലായിട്ട് ഔദ്യോഗികപരമായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു മെത്തേഡാണ്. ഓക്കെ, ഇൻട്രോസ്പെക്ഷന് ചിലപ്പം ഈ പറഞ്ഞ പോലെ തെറ്റുപറ്റുകയും അല്ലെങ്കിൽ വിശ്വസനീയം അല്ലാതിരിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇൻട്രോസ്പെക്ഷൻ ഒരു വലിയ മികച്ച മാർഗം എന്നല്ല പറയുന്നത്, പക്ഷേ അത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. കാരണം ഇറ്റ് ക്യാൻ ലീഡ് ടു സെൽഫ് അവെയർനെസ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് യു ആർ സെപ്പറേറ്റ് ഫ്രം യുവർ എൻവയോൺമെൻറ്റ് ആൻഡ് ഫ്രം അതർ പീപ്പിൾ ആൻഡ് അപ്രീഷിയേറ്റിംഗ് വാട്ട് മേക്സ് യു ഡിഫറെൻറ്റ്. അപ്പം ഒരു വ്യക്തി സ്വയം വിലയിരുത്തുന്നതിന് സാധ്യമാക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ചിന്തിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് ഫേക്ക് ചെയ്യുകയൊക്കെ ചെയ്യാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞെങ്കിലല്ലേ അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അന്വേഷണത്തിനുള്ള ഒരു മാർഗ്ഗമായിട്ടൊന്നും 100% റിലൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളാണ്. ആ ഒരു ഇൻട്രോസ്പെക്ഷനിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അസസ് ചെയ്യുന്നത്. അപ്പം ഒരു സെൽഫ് അവെയർനെസ്സിനുള്ള സ്വയം വിലയിരുത്തുന്നതിനുള്ളൊരു ടൂളായിട്ട്, വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് എന്നുള്ള സത്യം മനസ്സിലാക്കുകയും ആ വ്യത്യസ്തത എന്താണ് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് വിലയിരുത്തുകയും നമുക്ക് സെൽഫായിട്ടൊരു മതിപ്പുണ്ടാകാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെൽഫ് അവെയർനെസ് തിയറിയാണ് പഠിക്കാനുള്ളത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം.